പ്രിയപ്പെട്ട വി പി അബ്ദുസ്സലാം മാസ്റ്റർ, പ്രിയങ്കരനായ വാർഡ് മെമ്പർ എ പി ഷാജി മാസ്റ്റർ, പ്രിയപ്പെട്ട നമ്മുടെ ഉദ്ഘാടക ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷൈനി നച്ചോട്ട്, പ്രിയപ്പെട്ട അബ്ദുറഹ്മാൻ കുട്ടിക്ക, ബഹുമാനപ്പെട്ട പ്രിൻസിപ്പൽ സബിത ടീച്ചർ, ബപ്പൻകുട്ടി നടുവണ്ണൂർ, അബ്ദുറഹ്മാൻ മാസ്റ്റർ ഉൾപ്പെടെയുള്ള ബഹുമാന്യരായ മാനേജ്മെൻറ്റ് കമ്മിറ്റി അംഗങ്ങളെ, സ്റ്റാഫ് അംഗങ്ങളെ, പ്രിയപ്പെട്ട വിദ്യാർത്ഥിനികളെ, രക്ഷിതാക്കളെ, വളരെ മനോഹരമായ ഒരു സായാഹ്നത്തിലാണ് വെർച്യു പബ്ലിക് സ്കൂളിൻ്റെ ആനുവൽ ഡേ സെലിബ്രേഷനിൽ നമ്മളിവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. നേരത്തെ ഇവിടെ നമ്മളൊരു ഡോക്യുമെൻ്ററി വെർച്യു പബ്ലിക് സ്കൂളിനെ സംബന്ധിച്ച് നമ്മളിവിടെ കണ്ടു. ഈ സ്കൂളിനെ സംബന്ധിച്ച് നീണ്ട 15 വർഷത്തെ ഈ നടുവണ്ണൂർ ഗ്രാമത്തിൽ ഒരു കലാലയം ഉണ്ടാക്കിയിട്ടുള്ള മാറ്റത്തെ സംബന്ധിച്ച് നമ്മൾ കണ്ടു. ഇതിൻ്റെ ഇന്നത്തെ ക്യാപ്ഷൻ എസ്പെറൻസ, നേരത്തെ ഇവിടെ ഇൻട്രൊഡക്ഷനിൽ സൂചിപ്പിച്ചതുപോലെ ഇറ്റ്സ് എ സ്പാനിഷ് വേർഡ്. ആ വാക്കിൻ്റെ അർത്ഥം ഹോപ്പ് എന്നാണ്, പ്രതീക്ഷ എന്നാണ്. വെർച്യു എന്ന സ്കൂളിൻ്റെ അർത്ഥവും അതുമായി ബന്ധപ്പെട്ടതാണ്. ഗുണമേന്മ വിദ്യാഭ്യാസം പ്രദാനം ചെയ്യുന്ന ഒരു സ്ഥാപനമാണ് വെർച്യു പബ്ലിക് സ്കൂൾ. ആ സ്കൂളിൻ്റെ പ്രവർത്തനത്തെ സംബന്ധിച്ച് നമ്മൾ മനസ്സിലാക്കി. ഒരു കുട്ടിയുടെ സർവ്വതോന്മുഖമായിട്ടുള്ള പുരോഗതിക്ക് വേണ്ടി ഒരു വിദ്യാഭ്യാസ സ്ഥാപനം എന്താണോ ചെയ്യേണ്ടത് അതെല്ലാം ഇവിടെ ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത്. പ്രിയപ്പെട്ട നമ്മളൊക്കെ രക്ഷിതാക്കളാണ്. രക്ഷിതാക്കളെ സംബന്ധിച്ച് പുതിയൊരു പ്രതിസന്ധി, തങ്ങളുടെ കുട്ടികളെ വിദ്യാഭ്യാസം ചെയ്യിക്കുമ്പോൾ പുതിയ പ്രതിസന്ധി. ഞാനൊരു അധ്യാപകനാണ്. അധ്യാപകരായിട്ടുള്ള ആളുകൾ ഇവിടെ ഉണ്ട്, സദസ്സിലുണ്ട്. ഞങ്ങളുടെയൊക്കെ ഒരു പ്രതിസന്ധി, ഒരു ചാലഞ്ച് എന്ന് പറയുന്നത് പഴയ കാലത്തിൽ നിന്ന് വ്യത്യസ്തമായി കുട്ടികളെ വിദ്യാഭ്യാസം ചെയ്യിക്കുമ്പോൾ ആധുനിക സംവിധാനങ്ങൾ ഒരുപാട് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവൈലബിളാണ്. ജൻസി തലമുറ എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്ന കുട്ടികളെ ടെക്നോളജിയുടെ അതിപ്രസരത്തിൽ നിന്ന് നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ നമ്മളൊക്കെ പാടുപെടുകയാണ്. അധ്യാപകനം നേരത്തെ വളരെ സന്തുഷ്ടമായിട്ടുള്ള ഒരു ജോലിയായിരുന്നു. ടീച്ചിങ് എന്ന് പറയുന്നത് വളരെ സന്തോഷകരമായ ഒരു ജോലിയായിരുന്നു. എന്നാൽ അധ്യാപകരെ സംബന്ധിച്ചിടത്തോളം ഇന്ന് അത് പ്രയാസകരമായിട്ടുള്ള ഒരു ജോലിയായി മാറുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം നമ്മുടെ കുട്ടികൾ നമ്മൾ പറയുന്നത് പോലെ നമുക്ക് കിട്ടാത്ത പ്രശ്നമുണ്ട്. അവരെ മൊബൈൽ ഉപയോഗത്തിൽ നിന്ന് നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ നമ്മൾ പാടുപെടുകയാണ്. വിദ്യാർത്ഥികൾ വീട്ടിലെത്തിയതിന് ശേഷം ആ വിദ്യാർത്ഥികളെ പഠനത്തിലേക്ക് കൊണ്ടുവരാൻ നമുക്ക് സാധിക്കുന്നില്ല. അവരെ വായിപ്പിക്കാൻ നമുക്ക് സാധിക്കുന്നില്ല. അവരെ എഴുതിപ്പിക്കാൻ നമുക്ക് സാധിക്കുന്നില്ല. പഴയ നമ്മളൊക്കെ പഠിച്ചിരുന്ന കാലത്ത് എഴുത്തും വായനയും കുട്ടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകങ്ങളായിരുന്നെങ്കിൽ ഇന്ന് കുട്ടി കൈ ഉപയോഗിച്ചുകൊണ്ട് എഴുതുന്നില്ല. അവർ ടെക്നോളജി, മൊബൈൽ ഫോണിൻ്റെയൊക്കെ ഉപയോഗത്തിൽ, അതിൻ്റെ ആധിക്യത്തിൽ അവർ അതിൽ നിന്നൊക്കെ പിൻവാങ്ങിക്കൊണ്ടിരിക്കുന്ന അവസരത്തിൽ പലപ്പോഴും രക്ഷിതാക്കൾ അധ്യാപകരോട് പങ്കുവെക്കുന്ന ഒരുപാട് പ്രയാസങ്ങളുണ്ട്. ഞങ്ങൾ വിചാരിക്കും പോലെ കുട്ടികളെ ഞങ്ങളുടെ കൈകളിലേക്ക് കിട്ടുന്നില്ല. എന്താണ് അതിന് പരിഹാരമെന്ന് ചോദിക്കുമ്പോൾ ഇവിടെ ഡോക്യുമെൻ്ററിയിൽ സൂചിപ്പിച്ചതുപോലെ അവിടെ ഒരു ലൈബ്രറിയെക്കുറിച്ച് ഇതിൽ കാണിക്കുന്നുണ്ട്. പുസ്തകങ്ങൾ ഉള്ള ഒരു ലൈബ്രറി, ആ പുസ്തകം ഉപയോഗിക്കുന്ന കുട്ടികളെ സംബന്ധിച്ച് ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്. നമ്മൾ പറയും വായന മരിക്കുന്നു എന്നൊക്കെ പറയാറുണ്ട്. എന്നാൽ ആധുനിക കാലത്ത് നമ്മുടെ നാട്ടിൽ നടക്കുന്ന
സാഹിത്യോത്സവങ്ങളിലൊക്കെ വളരെ ശക്തമായി പുതിയ തലമുറ തിരിച്ചു വരുന്നു എന്നുള്ളതിൻ്റെ ഒരു സൂചന നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. കുട്ടികൾ പുസ്തകങ്ങൾ വായിക്കുന്നുണ്ട്, പുസ്തകങ്ങൾ വാങ്ങിക്കൂട്ടുന്നുണ്ട്, അവർ വായിക്കുന്നുണ്ട്. ഒരു പക്ഷേ പഴയ പുസ്തകങ്ങൾ ആ പുസ്തക രൂപത്തിൽ വാങ്ങി അവർ വായിക്കുന്നില്ലെങ്കിൽ പോലും ഡിജിറ്റൽ റീഡിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമ്മുടെ കുട്ടികൾ വളരെ മുന്നോക്കം പോകുന്നുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ട എൻ്റെ രക്ഷിതാക്കളോട് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, നമ്മുടെ കുട്ടികളെ വായനയിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ, അവരുടെ ടെക്നോളജിയുടെ അതിപ്രസരത്തിൽ നിന്ന് അവരെ തിരിച്ചു കൊണ്ടുവരാൻ നമുക്ക് ചെയ്യാൻ പറ്റിയത് അവരെ മറ്റ് പഠനത്തോടൊപ്പം പാഠ്യേതര വിഷയങ്ങളിൽ അവരെ ശ്രദ്ധ കേന്ദ്രീകരിപ്പിക്കാൻ വേണ്ടി നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ഞാനിങ്ങോട്ട് കടന്നു വരുമ്പോൾ ഇവിടെ കണ്ടത് ഒരു കരാട്ടെ എക്സിബിഷനാണ്. കുട്ടികളെ സംബന്ധിച്ച്, പുതിയ കുട്ടികളെ സംബന്ധിച്ച് വളരെ ഗുണപരമായിട്ടുള്ളൊരു കാര്യമെന്ന് പറയുന്നത് അവർ കായിക മേഖലയിൽ പ്രത്യേകം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുണ്ട്. അവരെ കായിക മേഖലയിൽ വളരാനും അതോടൊപ്പം തന്നെ അനുബന്ധമായിട്ടുള്ള മറ്റ് പാഠ്യേതര വിഷയങ്ങളിൽ അവരെ എൻഗേജ് ചെയ്യിക്കുമ്പോൾ പലപ്പോഴും നമുക്ക് കുട്ടികളെ നമ്മൾ വിചാരിക്കുന്ന തലത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി സാധിക്കും. അവരുടെ സർവ്വതോന്മുഖമായിട്ടുള്ള വികസനത്തിന് അവരോടൊപ്പം നിന്നുകൊണ്ട് നമ്മൾ ചലിക്കുമ്പോൾ മാത്രമാണ് നമുക്ക് നമ്മുടെ കുട്ടികളെ യഥാർത്ഥ വിദ്യാഭ്യാസത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി സാധിക്കുക. അവരോടൊപ്പം നിന്നുകൊണ്ട്, അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് അവരോടൊപ്പം നിന്ന് സഞ്ചരിക്കാൻ നമുക്ക് സാധിക്കണം. ദീർഘിപ്പിച്ചൊന്നും സംസാരിക്കുന്നില്ല. ഈ വൈകിയ വേളയിൽ വെർച്വു പബ്ലിക് സ്കൂൾ നമ്മുടെ നാടിൻ്റെ ഒരു ലൈറ്റായി, ഒരു പ്രകാശമായി ഇവിടെ നിലനിൽക്കുന്നു. ഈ വിദ്യാഭ്യാസം, 2 തരത്തിലുള്ള വിദ്യാഭ്യാസം ഇവിടെ ബ്ലെൻഡ് ചെയ്യുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഭൗതിക വിദ്യാഭ്യാസവും ആത്മീയ വിദ്യാഭ്യാസവും ഒരുമിച്ച് ക്ലബ്ബ് ചെയ്തുകൊണ്ട് ആ കുട്ടികളെ ഭൗതിക വിദ്യാഭ്യാസത്തിൻ്റെ അത്യുന്നതിയിൽ എത്തിക്കുന്നതോടൊപ്പം തന്നെ ആത്മീയ വിദ്യാഭ്യാസത്തിൻ്റെ ബാലപാഠങ്ങളും അതോടൊപ്പം തന്നെ ശരിക്കുള്ള പാഠങ്ങളും കുട്ടികൾക്ക് പകർന്നു കൊടുക്കുന്നതോടുകൂടി നല്ല പൗരന്മാരായി ഭാരതത്തിൽ അവർ വളരുന്നു. നല്ല സെക്കുലർ എഡ്യൂക്കേഷൻ്റെ തനതായ പാഠങ്ങൾ വെർച്വു പബ്ലിക് സ്കൂളിൽ നിന്ന് ലഭിക്കുമ്പോൾ വെർച്വു എന്നുള്ള പദം ഗുണമേന്മ എന്നുള്ള അല്ലെങ്കിൽ ഗുണം എന്നുള്ള ആ പദം, ആ വെർച്വു നമ്മുടെ നാട്ടിലെ കുട്ടികൾക്ക് പകർന്നു കൊടുക്കുന്ന തരത്തിൽ നല്ല പൗരന്മാരായി നമ്മുടെ കുട്ടികളെ വാർത്തെടുക്കാൻ വേണ്ടി നമുക്ക് സാധിക്കണം. അപ്പോഴാണ് മഹാത്മജി വിദ്യാഭ്യാസത്തെക്കുറിച്ചൊക്കെ നിരീക്ഷിച്ചതുപോലെ സർവ്വതോന്മുഖമായിട്ടുള്ള ഒരു കുട്ടിയുടെ ഓൾറൗണ്ട് ഡെവലപ്മെൻറ്റ് ഓഫ് എ പേഴ്സണാലിറ്റി, ഒരു വ്യക്തിയുടെ സർവ്വതോന്മുഖമായിട്ടുള്ള പുരോഗതി സ്കൂളുകളിൽ നിന്ന് ഉണ്ടാവേണ്ടതുണ്ട്. അത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി വെർച്വു പബ്ലിക് സ്കൂളിൻ്റെ മാനേജ്മെൻറ്റ് കൃത്യമായി ശ്രദ്ധിക്കുന്നു എന്ന് അറിയുന്നതിൽ നമുക്കൊക്കെ, പ്രത്യേകിച്ച് അധ്യാപകരെന്നുള്ള നിലക്ക്, ഞങ്ങൾക്ക് പൊതുപ്രവർത്തകരെന്നുള്ള നിലക്ക് കൂടി അതിലുള്ള സന്തോഷം ഇവിടെ പ്രകടിപ്പിച്ചുകൊണ്ട് ഈ സ്കൂൾ അധികാരികൾ ഇതിൻ്റെ എല്ലാ തലത്തിലുമുള്ള ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് ഈ സ്ഥാപനത്തെ, വെർച്വു പബ്ലിക് സ്കൂളിനെ നമ്മുടെ നാട്ടിൻ്റെ അഭിമാനകരമായിട്ടുള്ള ഒരു സ്കൂളാക്കി മാറ്റിയെടുക്കാൻ വേണ്ടി പ്രയത്നിക്കുന്നത് പ്രത്യേകിച്ച് ഈ സ്കൂളിലെ പ്രിയപ്പെട്ട അധ്യാപകരാണ്. അതോടൊപ്പം അതിനെ സമ്പന്നമാക്കേണ്ടത് രക്ഷിതാക്കളുടെ കൂടെ കടമയാണ്. വിദ്യാർത്ഥികളും രക്ഷിതാക്കളും അധ്യാപകരും നാട്ടുകാരും ഒരുമിച്ച് ചേരുമ്പോൾ അതിൻ്റെ ഭരണാധികാരികൾ കൂടി ഇവിടെ ബഹുമാന്യനായിട്ടുള്ള പ്രസിഡന്റ് ഇവിടെയുണ്ട്, നടുവണ്ണൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡൻ്റുണ്ട്, അതുപോലെ തന്നെ ഈ വാർഡിൻ്റെ മെമ്പർ ഇവിടെയുണ്ട്. അവരുടെയൊക്കെ ഒരു ഭരണകൂടത്തിൻ്റെ പിന്തുണ കൂടി ഉണ്ടാകുമ്പോൾ ഇവിടെ വലിയ മാറ്റങ്ങൾ ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ആനുവൽ ഡേക്ക് വളരെ താല്പര്യപൂർവ്വം ഇവിടെ പരിപാടികൾ കാണാൻ എത്തിച്ചേർന്നിരിക്കുന്നത് പ്രിയപ്പെട്ട വിദ്യാർത്ഥികളാണ്. ആ വിദ്യാർത്ഥികളുടെ കഴിവ് പ്രകടമാക്കാനുള്ള സുവർണ അവസരമാണ്. ആ കുട്ടികൾ, ഓരോ കുട്ടിക്കും ഒരു പരിപാടിയിൽ പങ്കെടുക്കുമ്പോൾ ആ പങ്കെടുക്കുന്നതിൽ സമ്മാനം കിട്ടുന്നില്ലേ എന്നുള്ളതല്ല പ്രശ്നം. അവർ ഇവിടെ വന്ന് ഒരു പരിപാടി അവതരിപ്പിക്കാൻ അവസരമുണ്ടാക്കി കൊടുക്കുക എന്നുള്ള വലിയ കടമ നിർവഹിക്കുന്ന പ്രിയപ്പെട്ട സ്കൂൾ അധികാരികളെ പ്രത്യേകം അഭിനന്ദിച്ചുകൊണ്ട് എല്ലാ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും കൂട്ടുകാരികൾക്കും ഇവിടെ പരിപാടി അവതരിപ്പിക്കുന്ന മുഴുവൻ വിദ്യാർത്ഥികൾക്കും എല്ലാവിധ ആശംസകളും ഈ ആനുവൽ ഫെസ്റ്റിന് എല്ലാവിധ അഭിനന്ദനങ്ങളും ഒക്കെ അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അഭിവാദ്യങ്ങൾ. ജയ് ഹിന്ദ്.